SSLC പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ ആശങ്കയിലാണ് മലപ്പുറം ജില്ല. A+ നേടുന്നവരുടെ എണ്ണത്തിൽ ജില്ല തുടർച്ചയായ ഒന്നാമതെത്തിയെങ്കിലും +1 മതിയായ സീറ്റുകളില്ലാത്തതാണ് ജില്ലയെ ആശങ്കയിലാക്കുന്നത്. സർക്കാർ അവഗണന ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കാനാണ് SKSSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അഷ്കർ അലി വിശദാംശങ്ങളുമായി. എല്ലാ വർഷവും മലപ്പുറം ജില്ലയുടെ ഈ പരാധീനത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പരിഹാരമില്ല എന്നാണോ? അരുൺ, നികേഷ്, ഒരു ശാശ്വത പരിഹാരമില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, പലപ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു താൽക്കാലിക ഓട്ടയടക്കലാണ് തുടർച്ചയായി എല്ലാ സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചു വരുന്നത്. സ്വാഭാവികമായി അതൊരു പ്രതിസന്ധി ഇപ്പോഴും മലബാറിൽ ഉടനീളം ഉണ്ടെങ്കിലും മലപ്പുറത്താണ് ആ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്. ഇത്തവണത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 79,901 വിദ്യാർത്ഥികളാണ്. അതിൽ 79,730 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും ചെയ്തു. ഇത്തവണ മലപ്പുറത്തെ സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകൾ ഇതിൽ മൊത്തം സീറ്റുകളുടെ എണ്ണം പരിഗണിക്കുകയാണെങ്കിൽ 41,950 സീറ്റുകളാണ് ഉണ്ടാവുക. സ്വാഭാവികമായി ഇത്തവണ സർക്കാർ 30% സർക്കാർ വിദ്യാലയങ്ങളിലും 20% എയ്ഡഡ് വിദ്യാലയങ്ങളിലും സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 10,650 സീറ്റുകൾ കൂടി അധികമായി വരും. മൊത്തം 52,600 സീറ്റുകളാണ് ഉണ്ടാവുക. ഈ 79,730 വിദ്യാർത്ഥികൾ വിജയിച്ചിട്ട് അവർക്ക് ആകെയുള്ളത് 52,600 സീറ്റുകൾ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ എത്രത്തോളം വലിയ തോതിൽ ഇതിന്റെ സീറ്റുകളുടെ എണ്ണത്തിലെ കുറവ് നമുക്ക് വ്യക്തമാകുന്നത്. ഇത് നമ്മൾ അൺഎയ്ഡഡ് മേഖലയിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം 11,300ഓളം സീറ്റുകളുണ്ട്. ഇതടക്കം പരിഗണിച്ചാൽ പോലും ഫീസ് കൊടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 15,273ഓളം വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ ഇത്തവണ +1 സീറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാകുന്നത്. വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്ന ഒരു നിലപാട് ബാച്ചുകൾക്ക് പകരം സീറ്റുകൾ അധികമായി അനുവദിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ക്ലാസുകളിൽ സീറ്റ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നിലവിൽ തന്നെ 50ഓളം വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ തവണ തന്നെ ഇത്തരത്തിൽ സീറ്റ് വർദ്ധിച്ചപ്പോൾ അത് 60ഉം 65ഉം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായി കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ ഇടുങ്ങിയ നിലയിൽ ഇരിക്കേണ്ട അവരുടെ പഠന നിലവാരത്തെ പോലും ബാധിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയി. ഒരു അധ്യാപകൻ തന്നെ 65ഓളം വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വ്യക്തിപരമായ ഓരോ വിദ്യാർത്ഥികളിലേക്കും അധ്യാപകർക്ക് ചെന്നെത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതൊരു പ്രതിസന്ധിയായി ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ നിൽക്കുന്നു. മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ല 11,000-ലധികം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളാണ്. പക്ഷേ അതിന് ആനുപാതികമായി സയൻസ് സീറ്റുകളോ ഇല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്ത സാഹചര്യം മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും തുടരുന്നു. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മലപ്പുറത്തിൻ്റെത് ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളൊന്നും തന്നെയും മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ നിർവഹിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി തുടരുകയാണ്.